എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 മാർച്ച് 14 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ 2026 ഒരുപാട് എക്സാംസ് വരാനുണ്ട്. പ്രത്യേകിച്ച് 10th ലെവൽ എക്സാംസ് ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ഈ മെയിൻസ് എക്സാം ഒക്കെ എഴുതണമെങ്കിൽ തന്നെ ഒരു പ്രിലിംസ് പാസ്സാകേണ്ട ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് റെക്കോർഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓഫർ പ്രൈസ് ആയിട്ടുള്ള 749 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അതിനുള്ള ലിങ്ക് ഉണ്ട്. ദെൻ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ 200 മണിക്കൂർ വരെയുള്ള റെക്കോർഡ് ക്ലാസ്സുകളും മോഡൽ എക്സാമുകളും ടോപ്പിക് വൈസ് എക്സാമുകളും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും അതുപോലെ തന്നെ SCRT ക്ലാസ്സുകളും ദെൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെന്റർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം കൂടിയാണ് ഈ ഒരു 749 എന്ന് പറയുന്ന റേറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാവുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി കോഴ്സ് പർച്ചേസ് ചെയ്യുക, പഠിക്കുക, അടുത്ത 10th മെയിൻസിനെ നേരിടുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമുക്കറിയാം നമ്മുടെ കൊച്ചി മുസിരിസ് ബിനാലെ അല്ലെ 2012 ഈ പറയുന്ന കൊച്ചി മുസിരിസ് ബിനാലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് രണ്ടുപേര് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിയാസ് കോമുവും അതുപോലെ തന്നെ ബോസ് കൃഷ്ണമാചാരി ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കൊച്ചി മുസിരിസ് ബിനാലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അതിലിപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് ഈ ഒരു കൊച്ചി മുസിരിസ് ബിനാലയുടെ പ്രസിഡന്റ് സ്ഥാനം എന്ത് ചെയ്തിരിക്കുകയാണ് ബോസ് കൃഷ്ണമാചാരി ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്താ പറഞ്ഞേ 2012 കൊച്ചി മുസിരിസ് ബിനാലെ എന്ത് ചെയ്തിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നു. ദെൻ ഇപ്പോ 2026 അതിന് പുതിയൊരു പ്രസിഡന്റ് വന്നിരിക്കുകയാണ്. കാരണം അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന ബോസ് കൃഷ്ണമാചാരി സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ കൊച്ചി മുസിരിസ് ബിനാലയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത് ആരാണ്? അപ്പൊ എന്താ പറഞ്ഞേ കൊച്ചി മുസിരിസ് ബിനാലയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായ വ്യക്തി ആര് എന്നുള്ളതാണ് ജിതീഷ് കല്ലാട്ട്. ആരാണ്? ജിതീഷ് കല്ലാട്ടാണ്. കൃത്യമായിട്ട് ഈ ഒരു പേര് ഓർത്തു വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സമകാലിക കലാരൂപങ്ങളുടെ ഒരു പ്രദർശന വേദിയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു കൊച്ചി മുസിരിസ് ബിനാലെ എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അപ്പൊ എന്താ പറഞ്ഞേ 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നുള്ളതാണ്. സീതാകാന്ത മഹാപത്രയാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ഈ പറയുന്ന ഇദ്ദേഹം ഒരു ഒഡിയ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒറിയ എഴുത്തുകാരനാണ്. ആരെന്ന് പറയുന്നത് സീതാകാന്ത മഹാപത്ര. സോ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പേര് പറഞ്ഞതുകൊണ്ട് തന്നെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇദ്ദേഹത്തിന് പത്മ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് 2003 പത്മ ഭൂഷൺ അവാർഡ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ദെൻ 2011 പത്മ വിഭൂഷൺ അവാർഡ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യയിലെ തന്നെ പരമോന്നത സാഹിത്യ പുരസ്കാരമായുള്ള ജ്ഞാനപീഠം 1993 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞില്ല കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, അതായത് ഒറിയ ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1974. സോ ഇത്തരം പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളൊക്കെ നേടിയ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് സീതാകാന്ത മഹാപത്ര. സോ അദ്ദേഹത്തിന് 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരം കിട്ടിയിരിക്കുന്നു. ദെൻ ഈ ഒരു അവാർഡ് മാത്രമല്ല ഇതിനൊപ്പം കൊടുക്കുന്നത്, ഇതിനൊപ്പം മലയാള കവി പുരസ്കാരവും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ 2026 കുമാരനാശാൻ മലയാള കവി പുരസ്കാരം കിട്ടിയത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയേണ്ടത് കെ സച്ചിദാനന്ദൻ. ആരാണ്? കെ സച്ചിദാനന്ദനാണ്. കൃത്യമായിട്ട് ഓർക്കുക, നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് അല്ലേടാ സച്ചിദാനന്ദൻ. ഓർമ്മയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിയതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലെ. അപ്പോ എന്താണ് ഇവിടെ 2 പുരസ്കാരങ്ങളാണ് പറഞ്ഞത്. ഒന്ന് കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരം ആർക്കാണ്? സീതാകാന്ത മഹാപത്ര. ദെൻ അടുത്തത് എന്താണ്? കുമാരനാശാൻ മലയാള കവി പുരസ്കാരം കിട്ടിയത് കെ സച്ചിദാനന്ദൻ. ഇനി ഇതിന്റെ പ്രൈസ് മണി, അതായത് ഈ ദേശീയ കവി പുരസ്കാരത്തിന് 5 ലക്ഷവും മലയാള കവി പുരസ്കാരത്തിന് എത്രയാണ്? 3 ലക്ഷവുമാണ് പ്രൈസ് മണി. സോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് മറ്റൊരു പുരസ്കാരമാണ്. അതായത് 6ാമത് അക്ഷര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അപ്പൊ എന്താ പറഞ്ഞേ 6ാമത് അക്ഷര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? UK കുമാരൻ. ആരാണ്? UK കുമാരനാണെന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 1.25 ലക്ഷം രൂപയാണ് എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്യണം. ദെൻ ഇദ്ദേഹത്തിന്റെ തക്ഷൻ കുന്ന് സ്വരൂപം. എന്താണ്? തക്ഷൻ കുന്ന് സ്വരൂപം എന്ന് പറയുന്ന പുസ്തകത്തിനാണ് എന്ത് ചെയ്തത് പുരസ്കാരം കിട്ടിയെന്നുള്ള കാര്യം കൂടി
ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ തക്ഷൻകുന്ന് സ്വരൂപം എന്ന് പറയുന്ന പുസ്തകത്തിന് 6ാമത് അക്ഷരം പുരസ്കാരം എന്ത് ചെയ്തിരിക്കുന്നു, കിട്ടിയിരിക്കുകയാണ്. UK കുമാരനാണ് കിട്ടിയെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. പക്ഷേ ഈ പറയുന്ന തക്ഷൻകുന്ന് സ്വരൂപം എന്ന് പറയുന്ന പുസ്തകം നമുക്ക് അങ്ങനെ അങ്ങ് മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം പ്രധാനപ്പെട്ട 2 പുരസ്കാരങ്ങൾ നേടിയൊരു പുസ്തകമാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന തക്ഷൻകുന്ന് സ്വരൂപം. അതായത് ഇദ്ദേഹത്തിന് ഈ ഒരു തക്ഷൻകുന്ന് സ്വരൂപത്തിന് വയലാർ അവാർഡ് അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡും എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിന് 2015 കേട്ടോ 2015 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നോവൽ വിഭാഗം ഈ തക്ഷൻകുന്ന് സ്വരൂപത്തിന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് വയലാർ അവാർഡ് 2016 വയലാർ അവാർഡ്. അപ്പോൾ 2015 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ദെൻ 2016 വയലാർ അവാർഡ്, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയൊരു പുസ്തകമാണ് തക്ഷൻകുന്ന് സ്വരൂപം. സോ അതിന് തന്നെയാണ് 6ാമത് അക്ഷരം പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. പ്രൈസ് മണി 1.25 ലക്ഷം രൂപയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തത് ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ ഓൾറെഡി തന്നെ പഠിച്ചു വെച്ച കാര്യത്തിൽ ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. അതായത് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിട്ട് നിയമിതനാകുന്നത് ആരാണ്? അപ്പൊ എന്താ പറഞ്ഞേ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിട്ട് നിയമിതനാകുന്നത് ആരാണ്? VP സാനു ആണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒരു പുതിയ നിയമനമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് മുൻപ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ U ഷറഫ് അലിയാണ്. ആരാണ്? U ഷറഫ് അലിയാണ്. അദ്ദേഹം ഫുട്ബോൾ താരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പോൾ ഫുട്ബോൾ താരമായിരുന്ന U ഷറഫ് അലി എന്ത് ചെയ്തിരിക്കുന്നു, കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവിടത്തേക്ക് VP സാനുവിനെ എന്ത് ചെയ്തിരിക്കുന്നു, നിയമിച്ചിരിക്കുകയാണ്. ഈ U ഷറഫ് അലി വരുന്നതിന് മുൻപ് മേഴ്സി കുട്ടനായിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം ഇതിനു മുൻപ് ഒരുപാട് തവണ PSC പരീക്ഷകളിൽ ചോദിച്ചൊരു നിയമനം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും കന്നുകാലികളെയും ഇടനിലക്കാരില്ലാതെ വാങ്ങാനും വിൽക്കാനുമായിട്ട് കേരള മൃഗസംരക്ഷണ വകുപ്പ് പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം. അപ്പോൾ ആര് പുറത്തിറക്കിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു? നമ്മുടെ കേരള മൃഗസംരക്ഷണ വകുപ്പ് പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്ന് പറഞ്ഞു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും കന്നുകാലികളെയും ഇടനിലക്കാരില്ലാതെ വിൽക്കാനും അതുപോലെ തന്നെ വാങ്ങാനുമായിട്ട് പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് എന്ത്? ലാപ്ടോപ്പ്. എന്താണ്? ലാപ്ടോപ്പ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് എന്ന് വിചാരിക്കും. അല്ല, ഈ ലാപ്ടോപ്പിന് ഒരു പൂർണ്ണരൂപമുണ്ട്. എന്താണത്? ലൈഫ് സ്റ്റോക്ക് ആൻഡ് പെറ്റ്സ് ട്രേഡിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. സിമ്പിൾ ആണ്. നമ്മളിവിടെ പറഞ്ഞ അതേ ലക്ഷ്യം തന്നെയാണ് ഇവിടെ അതിന്റെ ഫുൾ ഫോം ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെ. ലൈഫ് സ്റ്റോക്ക് ആൻഡ് പെറ്റ്സ് ട്രേഡിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നാണ് ലാപ്ടോപ്പിന്റെ പൂർണ്ണരൂപം. അപ്പോൾ ഇവിടെ പറഞ്ഞു മൃഗസംരക്ഷണ വകുപ്പാണ് പുറത്തിറക്കിയത്. അപ്പോൾ ആ വകുപ്പ് പറഞ്ഞ സ്ഥിതിക്ക് നിലവിലെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണെന്ന് കൂടി അറിയുക. ചിഞ്ചു റാണിയാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു കാര്യം ഒന്ന് പഠിച്ചു വച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ മറൈൻ എക്കോസിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? അപ്പൊ എന്താ പറഞ്ഞത്? കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ മറൈൻ എക്കോസിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? അത് കൊച്ചിയിലാണ്. എവിടെയാണ്? കൊച്ചിയിലാണ്. കൃത്യമായിട്ട് ഈ ഒരു സ്ഥലം, ഈ ഒരു പേരെന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത്. ദെൻ ഈ പറഞ്ഞ നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു നവരത്ന സ്ഥാപനമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് കുടിവെള്ള വിതരണ സംവിധാനം ഡിജിറ്റലായിട്ട് നിരീക്ഷിക്കുന്നതിനുള്ള ഏകീകൃത ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? അപ്പോൾ എന്താ പറഞ്ഞത്? കുടിവെള്ള വിതരണ സംവിധാനം ഡിജിറ്റലായിട്ട് നിരീക്ഷിക്കുന്നതിനുള്ള ഏകീകൃത ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏത് എന്നുള്ളതാണ് സുജലം ഭാരത്. എന്താണ്? സുജലം ഭാരത് ആണ്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. കാരണം 2025 തന്നെ ഇത് ലോഞ്ച് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ ഇതിവിടെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജൽജീവൻ മിഷൻ ഉണ്ടല്ലോ, അത് 2028 ഡിസംബർ വരെ എന്ത് ചെയ്തിരിക്കുകയാണ്, എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ജൽജീവൻ മിഷൻ 2028 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന സുജലം ഭാരത് എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷ്യമാണ് നമ്മൾ പറഞ്ഞത്, കുടിവെള്ള വിതരണ സംവിധാനം ഡിജിറ്റലായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഗ്രാമങ്ങൾക്കും ഓരോ ID എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അതായത് സുജൽ ഗാവ് എന്നാണ് ആ ഒരു ഐഡിയുടെ പേര്. എന്താണ്? സുജൽ ഗാവ് എന്നാണ് ആ ഒരു ഐഡിയുടെ പേര്. സോ അതോർക്കുക. അപ്പോൾ സുജലം ഭാരതിന്റെ ഭാഗമായിട്ടുള്ള ID സുജൽ ഗാവ് എന്നുള്ളതാണ്. ദെൻ ഈ പറയുന്ന സുജലം ഭാരത് എന്ന് പറയുന്നത് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ആ ജൽജീവൻ മിഷൻ 2028 ഡിസംബർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്തേക്കുക.
അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ടാണ്, അതായത് മെറ്റയുടെ റിപ്പോർട്ടാണ്. അപ്പോൾ മെറ്റയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഏറ്റവും അധികം ഇരയാകുന്ന രാജ്യങ്ങളുടെ ഒരു പട്ടികയാണ് അവരിപ്പോൾ പുറത്തുവിട്ടത്. അപ്പോൾ മെറ്റ പുറത്തുവിട്ട പട്ടിക എന്തിന്റെ പട്ടികയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോളതലത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഏറ്റവും അധികം ഇരയാകുന്ന രാജ്യങ്ങളുടെ പട്ടിക. അപ്പോൾ അതിൽ ഒന്നാമതുള്ളത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക. ഏതാണ് ഒന്നാമതുള്ളത്? അമേരിക്ക ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. പക്ഷെ നമുക്കിവിടെ ആവശ്യം എന്താ? ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അപ്പോൾ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അമേരിക്കയാണ് ഒന്നാമത്. ഈ മെറ്റയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, വാട്സപ്പ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതിന്റെയൊക്കെ മാതൃസ്ഥാപനമാണ് ഇതെന്ന് പറയുന്നത്, മെറ്റ എന്ന് പറയുന്നത്. സോ അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അടുത്തിടെ സൈലന്റ് വാലിയിൽ നിന്ന് കണ്ടെത്തിയ 2 പുതിയ മണ്ണിര ഇനങ്ങളുടെ പേരാണ്. അപ്പോൾ ജസ്റ്റ് 2 ഇനങ്ങളുടെ പേരെന്നുള്ള നിലയ്ക്ക് നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇൻ കേസ് എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ഇനത്തിന്റെ പേര് തന്നിട്ട് ഇത് ഏത് ജീവി ഇനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ മൊണാലിഗാസ്റ്റർ ഗിരീഷി, ഇതാണ് മൊണാലിഗാസ്റ്റർ ഗിരീഷി. അതുപോലെ തന്നെ ഡ്രാവിഡ റെയ്നോൾഡ്സി, ഇതാണ് ഡ്രാവിഡ റെയ്നോൾഡ്സി. അപ്പോൾ ഈ 2 എണ്ണമാണ് അടുത്തിടെ സൈലന്റ് വാലിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ 2 മണ്ണിര ഇനങ്ങൾ. അതൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതിയാവും. ഇനി അടുത്തത് ഒരു ആസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഫ്ലിപ്കാർട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? അപ്പോൾ എന്താ പറഞ്ഞേ? ഫ്ലിപ്കാർട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? അപ്പോൾ ഇതിനു മുൻപ് നിങ്ങളൊക്കെ പഠിച്ചു വെച്ച ആൻസർ എന്ന് പറയുന്നത് ചിലപ്പോൾ സിംഗപ്പൂർ ആയിരിക്കും അല്ലേ? അപ്പോൾ സിംഗപ്പൂർ ആയിരിക്കും നിങ്ങൾ ഇതിനു മുൻപ് പഠിച്ചു വെച്ചത്. പക്ഷേ ഫ്ലിപ്കാർട്ടിന്റെ ആസ്ഥാനം അവർ എന്ത് ചെയ്തിരിക്കുന്നു? ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിലാണ് ഫ്ലിപ്കാർട്ടിന്റെ ആസ്ഥാനം. അതായത് കുറച്ചുകൂടി എക്സാക്ട് ആയിട്ട് പറഞ്ഞാൽ ബംഗളൂരുവിലാണ്. അപ്പോൾ നിലവിൽ ഫ്ലിപ്കാർട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരുവിലാണ്. ഇത് മുമ്പ് എവിടെയായിരുന്നു? സിംഗപ്പൂരിലായിരുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? അവര് ആസ്ഥാനം ഇന്ത്യയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി വീണ്ടും മെറ്റയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മോൾട്ട് ബുക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയ ടെക് കമ്പനി ഏതാണ്? അപ്പൊ എന്താ പറഞ്ഞേ? മോൾട്ട് ബുക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയ ടെക് കമ്പനി ഏതാണ്? മെറ്റയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ മെറ്റ എന്ത് ചെയ്തിരിക്കുകയാണ്? മോൾട്ട് ബുക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് ഓർത്ത് വച്ചേക്കുക. ഇനി ഇതൊരു AI ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജൻസിന് വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് മോൾട്ട് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ ഇതിൽ എന്താണ്? വെറും കാഴ്ചക്കാർ മാത്രമാണ് കേട്ടോ, അല്ലാതെ മനുഷ്യന്മാർക്കുള്ളതല്ല. അപ്പോൾ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ പറയുന്ന മോൾട്ട് ബുക്ക്. അത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി അതുപോലെ തന്നെ മാറ്റ് ഷ്ലിച്ച്, അതുപോലെ തന്നെ ബെൻ പാർ, മാറ്റ് ഷ്ലിച്ച് അതുപോലെ തന്നെ ബെൻ പാർ, ഇവർ 2 പേരുമാണ് ഈ പറയുന്ന മോൾട്ട് ബുക്കിന്റെ സ്ഥാപകരെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അമേരിക്കയിൽ നിർമ്മിക്കാൻ പോകുന്ന എണ്ണ ശുദ്ധീകരണശാലയുമായിട്ട് ബന്ധപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച $300 ബില്യൺ കരാറിൽ പങ്കാളിയാകുന്ന ഇന്ത്യൻ കമ്പനി ഏതാണ്? അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞേ? അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10th ലെവൽ എക്സാമിനൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഒരു ഡിഗ്രി ലെവൽ എക്സാമുകൾക്കോ അല്ലെങ്കിൽ ഒരു UPSC SSC ലെവൽ എക്സാമുകൾക്കോ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയേക്കാവുന്ന ഒരു കണ്ടന്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എക്സാമിനെ ബേസ് ചെയ്തിട്ടല്ല, നമ്മുടെ ഈ പറയുന്ന പത്രങ്ങളിലും അതുപോലെ തന്നെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെയും നമ്മുടെ കേരള വെബ്സൈറ്റുകളുടെയും ഒക്കെ വരുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് എല്ലാവർക്കും വേണ്ടിയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അമേരിക്കയിൽ നിർമ്മിക്കാൻ പോകുന്ന എണ്ണ ശുദ്ധീകരണശാലയുമായിട്ട് ബന്ധപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച $300 ബില്യൺ കരാറിൽ പങ്കാളിയാകുന്ന ഇന്ത്യൻ കമ്പനി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഇതാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ദെൻ ഈ ഒരു ഇപ്പൊ പറഞ്ഞു ഇവിടെ ഒരു എണ്ണ ശുദ്ധീകരണശാലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അതായത് ഒരു 50 വർഷ കാലയളവിനുള്ളിൽ അമേരിക്കയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാലയാണ് ഇത് എന്ന് പറഞ്ഞ കാര്യം ഓർക്കുക. അമേരിക്കയിൽ ആദ്യത്തെ അല്ല, ഈ ഒരു 50 വർഷ കാലയളവിനുള്ളിൽ ആദ്യമായിട്ട് അമേരിക്കയിൽ നിലവിൽ വരുന്ന ഒരു എണ്ണ ശുദ്ധീകരണശാലയാണിത്. സോ അതിൽ എന്ത് ചെയ്യുന്നു? ആ ഒരു കരാറിൽ നമ്മുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒപ്പുവച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സ്വന്തമാക്കുന്ന 2ാമത്തെ വിദേശ രാജ്യം ഏതാണ്? അപ്പോൾ എന്താ പറഞ്ഞേ? ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് സോണിക് ക്രൂയിസ് മിസൈൽ സ്വന്തമാക്കുന്ന 2ാമത്തെ രാജ്യം ഏതാണ്? 2ാമത്തെ രാജ്യം ഇന്തോനേഷ്യ ആണ്. കാരണം ഈ പറയുന്ന ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡോ ആണെന്ന് നമുക്കറിയാം. അദ്ദേഹമായിരുന്നു 2025 റിപ്പബ്ലിക് ഡേയുടെ നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്നുള്ള കാര്യവും നമുക്ക് അറിയാവുന്ന കാര്യമാണ്.
പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞു അല്ലെ, രണ്ടാമത്തെ വിദേശ രാജ്യമാണ് ഇന്തോനേഷ്യ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഈ ബ്രഹ്മോസ് മിസൈൽ സ്വന്തമാക്കുന്ന ആദ്യത്തെ വിദേശ രാജ്യം ഏതാണെന്ന് അറിയണ്ടേ? അത് ഫിലിപ്പീൻസ് ആണ്. ഇതാണ് ഫിലിപ്പീൻസ് ആണ്. കൃത്യമായിട്ട് പഠിക്കുക, വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇവിടുത്തെ കാര്യം ഇതാണ്, ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ സ്വന്തമാക്കുന്ന രണ്ടാമത്തെ വിദേശ രാജ്യം ഇന്തോനേഷ്യ. ആദ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണടാ? ഫിലിപ്പീൻസ് ആണ്. കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ എന്തായാലും മെയ് 2 മുതൽ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇൻ കേസ് ഇതുവരെയും എക്സാമിൻ്റെ ഡേറ്റിനൊന്നും ഇത് ചേഞ്ചോ ഇല്ല. അപ്പോൾ ഇനി മേ ബി ഇലക്ഷൻ അനുസരിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യമാണ്. അപ്പോൾ എന്തായാലും ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് കം മെയിൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയോ ആയിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത്. മുൻവർഷ ചോദ്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, SCRT ഫാക്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പഠിക്കാൻ എളുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ബുക്ക് സ്റ്റാളുകൾ ലഭ്യമാണ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്, veranda.talentgala.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഒരു പ്രധാനപ്പെട്ട നിയമനമായിരുന്നു അല്ലേ. അതായത് അടുത്തിടെ കൊച്ചി മുസിരിസ് ബിനാലയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത് ആരാണെന്ന് പറഞ്ഞു? അത് ജിതീഷ് കല്ലാട്ട് അല്ലെ. ജിതീഷ് കല്ലാട്ടാണ്. കൃത്യമായിട്ട് ഓർക്കുക. ബോസ് കൃഷ്ണമാചാരി സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം സ്ഥാനമേൽക്കുന്നത്. ദെൻ 2012 ഈ പറയുന്ന കൊച്ചി മുസിരിസ് ബിനാലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ബിനാലെ എന്ന് പറയുമ്പോൾ തന്നെ 2 എന്നുള്ളൊരു മീനിങ്ങിലാണ്. അപ്പോൾ 2 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കൊച്ചി മുസിരിസ് ബിനാലെ നടക്കുന്നത് കേട്ടോ. ഇനി അതിനുശേഷം കുറച്ച് അവാർഡ്സ് പറഞ്ഞല്ലേ. അതായത് 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? സീതാകാന്ത മഹാപത്രയ്ക്കാണ് അല്ലെ. സീതാകാന്ത മഹാപത്ര, ഇദ്ദേഹം ഒരു ഒഡിയ എഴുത്തുകാരനാണ്. ദെൻ മലയാള കവി പുരസ്കാരം ആർക്കാ? കെ സച്ചിദാനന്ദന് കേട്ടോ. കെ സച്ചിദാനന്ദനാണ്. അതിനുശേഷം പറഞ്ഞത് എന്താണ്? 6ാമത് അക്ഷര പുരസ്കാരമാണ്. ആർക്കാ കിട്ടിയേ? UK കുമാരനാണ് കിട്ടിയത്. ഏതാണ് പുസ്തകം എന്ന് പറയുന്നത്? തക്ഷൻ കുന്ന് സ്വരൂപം. ഇതാണ് തക്ഷൻ കുന്ന് സ്വരൂപമാണ്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട കാര്യം, തക്ഷൻ കുന്ന് സ്വരൂപം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് UK കുമാരനാണ്. അല്ലെങ്കിൽ സപ്പോസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, 2016 വയലാർ അവാർഡ് കിട്ടിയ, അല്ലെങ്കിൽ 2015 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ തക്ഷൻ കുന്ന് സ്വരൂപം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? അപ്പൊ അങ്ങനെ വേണമെങ്കിലും ചോദിക്കാമല്ലോ. നമുക്ക് സാഹിത്യ മേഖലയിൽ നിന്ന് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമായിട്ട് അങ്ങനെയും ചോദിക്കാം. ദെൻ അതിനുശേഷം പറഞ്ഞത് ഒരു നിയമനമാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരാണ്? VP സാനുവാണ്. U ഷറഫ് അലി സ്ഥാനമൊഴിഞ്ഞ കാര്യം ഓർത്തു വെച്ചേക്കുക. ഞാൻ മുൻപേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു പുസ്തകത്തിലോ പേപ്പറിലോ പ്രധാനപ്പെട്ട നിയമനങ്ങളൊക്കെ ഒന്ന് എഴുതി വച്ചേക്കുക. കാര്യം ഇതൊക്കെ എപ്പോഴും അപ്ഡേഷൻ വരുന്ന കാര്യങ്ങളാണ്. അപ്ഡേഷൻ വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ അതിനെ ഒന്ന് മാറ്റി എഴുതിക്കൊണ്ടേ ഇരിക്കുക. കാരണം നിങ്ങൾ ഡെയിലി എഴുതി പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. കാരണം ഡെയിലി ഉള്ളത് ആ ഒരു ഓർഡറിൽ മാത്രമേ കാണുള്ളൂ. പറ്റുമെങ്കിൽ നിങ്ങൾ ടോപ്പിക് ബേസ് ഒക്കെ ആയിട്ട് ഒന്ന് എഴുതിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അതാകുമ്പോൾ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിടത്ത് തന്നെ ഉണ്ടാവും. ഇനി അതിനുശേഷം പറഞ്ഞത് ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. അതായത് വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും കന്നുകാലികളെയും ഇടനിലക്കാരില്ലാതെ വാങ്ങാനും വിൽക്കാനുമായിട്ട് കേരള മൃഗസംരക്ഷണ വകുപ്പ് പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇതിന്. അതായത് ഇത്തരത്തിലൊരു ആദ്യമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത്? ലാപ്ടോപ്പ് കേട്ടോ. ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യയിൽ പുറത്തിറക്കുന്ന ആദ്യത്തെ പ്ലാറ്റ്ഫോമാണ് ലാപ്ടോപ്പ്. അപ്പോൾ അതുകൂടെ ഒന്ന് പഠിക്കുക. അതിനുശേഷം പറഞ്ഞത് നമ്മുടെ കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. അതായത് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ മറൈൻ എക്കോസിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കൊച്ചിയിലാണെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പറഞ്ഞു അല്ലെ. അതായത് കുടിവെള്ള വിതരണ സംവിധാനം ഡിജിറ്റലായിട്ട് നിരീക്ഷിക്കുന്നതിനുള്ള ഏകീകൃത ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? സുജലം ഭാരത് എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ സുജൽ ഗാവ് എന്ന് പറയുന്ന ഒരു ID കാർഡ് ഇതിന്റെ ഭാഗമായിട്ട് നൽകുമെന്നുള്ള കാര്യം പറഞ്ഞു. ശരിക്കും ഇത് പറയാനുള്ള കാരണം എന്താണ്? നമ്മുടെ ജൽജീവൻ മിഷൻ 2028 വരെ നീട്ടാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതൊന്ന് ചർച്ച ചെയ്തത്. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? മെറ്റയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഏറ്റവും അധികം ഇരയാകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് അമേരിക്ക, രണ്ടാമത് ഇന്ത്യയാണ്, അറിയാലോ. അതിനുശേഷം ഫ്ലിപ്കാർട്ടിന്റെ ആസ്ഥാനം മുൻപ് സിംഗപ്പൂർ ആയിരുന്നു, ഇപ്പൊ എവിടേക്ക് മാറ്റി? ബാംഗ്ലൂരേക്ക് മാറ്റി. അതിനുശേഷം പറഞ്ഞത് അടുത്തിടെ സൈലന്റ് വാലിൽ നിന്നും കണ്ടെത്തിയ 2 പുതിയ മണ്ണിര ഇനങ്ങളാണ്. ഒന്ന് മൊണാലി ഗാസ്റ്റർ ഗിരീഷിയും ദെൻ ദ്രാവിഡ റെയ്നോൾഡ്സിയുമാണ്. അത് കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം മോൾട്ട് ബുക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയ ടെക് കമ്പനി ഏതാണ്? മെറ്റയാണെന്നുള്ള കാര്യം ഓർക്കുക. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജൻസിന് എന്ത് ചെയ്യുക? ആശയവിനിമയം നടത്താനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല. ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ സ്വന്തമാക്കുന്ന 2ാമത്തെ വിദേശ രാജ്യം ഇന്തോനേഷ്യ ആണ്. ആദ്യത്തെ ഫിലിപ്പീൻസ് ആണ്. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക.
ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? അമേരിക്കയിൽ നിർമ്മിക്കാൻ പോകുന്ന എണ്ണ ശുദ്ധീകരണശാലയുമായിട്ട് ബന്ധപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച $300 ബില്യൺ കരാറിൽ പങ്കാളിയാകുന്ന ഇന്ത്യൻ കമ്പനി ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. അപ്പൊ അതുകൂടെ ഓർക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, KJ യേശുദാസ് ഡിജിറ്റൽ ലൈബ്രറി സജ്ജമാകുന്നത് എവിടെയാണ് എന്നാണ്. ചിറയൻകീഴ്, കൊച്ചി, പുനലൂർ, തൈക്കാട്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2026 മാർച്ചിൽ ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങിയ നാസയുടെ പേടകം ഏതാണ്? ലാൻഡ്സാറ്റ് 8, വാൻ അലൻ പ്രോബ് A, then TDRS-K, then ടെക് എഡ്സാറ്റ് 2. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, പ്രേം നസീർ സ്മാരക സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത് എവിടെയാണ്? ആറ്റിങ്ങൽ, ചിറയൻകീഴ്, കഴക്കൂട്ടം, വൈക്കം. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്ടാ? ചിറയൻകീഴാണ്. ഈ ചിറയൻകീഴാണ് ആരുടെ? പ്രേം നസീറിന്റെ ജന്മദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ദെൻ രണ്ടാമത്തെ ചോദ്യം, ക്ലിന്റ് ആർട്ട് ഗാലറി നിലവിൽ വരുന്നത് എവിടെ എന്നാണ്. അപ്പോൾ അതിന്റെ ശരി ഉത്തരം കൊച്ചിയാണ്. നമുക്കറിയാം ഈ ക്ലിന്റ് എന്ന് പറയുന്നത് 7 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രതിഭാശാലി ഒരു കുട്ടിയായിരുന്നു. ഏകദേശം 25,000-ലധികം ചിത്രങ്ങൾ വരച്ചൊരു കുട്ടിയാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ അവനവന്റെ ജീവിതം എന്ത് ചെയ്തു? അവസാനിക്കുകയാണ്. ദെൻ ക്ലിന്റിന് വേണ്ടി ഒരു ആർട്ട് ഗാലറി എന്ത് ചെയ്യുന്നു? കൊച്ചിയിൽ നിലവിൽ വരികയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 മാർച്ച് 14 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.